അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ ദിവസവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിക്കുന്നതിലൂടെ ഓരോ അറിവുകൾ നേടാം എന്ന വിഷയത്തിൽ 54-ാമത്തെ ഹദീസാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഗ്രന്ഥങ്ങളിലുള്ളപ്പോൾ ഒരു 10 ഹദീസെങ്കിലും നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടുക എന്നത് വലിയതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി വളരെ കുറഞ്ഞ 5 മിനിറ്റോളമുള്ള സമയം, 5 മിനിറ്റിൽ കുറവുള്ള സമയം ഉപയോഗപ്പെടുത്തണം എന്ന് ഉണർത്തുകയും, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന കിതാബിന്റെ 396-ാം നമ്പർ ഹദീസായി പറഞ്ഞ ഒരു ഹദീസ്, ഹദ്ദസന സദഖത്തു ഖാല ഹദ്ദസന അബൂ മുആവിയ അനിൽ അഹ്മശി അൻ അംരി ബിൻ മുർറത്ത അൻ സാലിം ബിൻ ജഹദിൻ അൻ ഉമ്മി ദർദാഇ അൻ അബി ദർദാഇ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലാ ഉനബ്ബിഉകും ബിദറജത്തിൻ അഫ്ളല മിനസ് സ്വലാത്തി വസ്സിയാമി വസ്സദഖത്തി ഖാലൂ ബലാ ഖാല സലാഹു ഇസ്ലാഹു ദാത്തിൽ ബൈനി വഫസാദു ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖത്തു. ഹദീസ് മാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിദറജത്തിൻ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു സ്ഥാനം, അത് അഫ്ളല മിനസ് സ്വലാത്തി വസ്സിയാമി വസ്സദഖത്തി, നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ, സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അങ്ങനത്തെ ഒരു ദറജ, ഒരു സ്ഥാനം ലഭിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബാക്കളോട് ചോദിക്കാൻ. ആദ്യമായി സഹാബാക്കളുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം അവരോട് അറിവ് പറഞ്ഞു കൊടുക്കുക എന്ന മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വീകരിച്ചിരുന്ന മാർഗമാണ്. ഒരു 2 മണിക്കൂർ സമയം ഇരുത്തി, എന്നിട്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മതപ്രസംഗ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. വലിയൊരു പ്രസംഗം നടത്തിയത് ഹജ്ജത്തുൽ വദാഇൽ. പിന്നെ ഒരു പ്രസംഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, രാവിലെ തുടങ്ങി സുബഹി നിസ്കരിച്ചത് മുതൽ, അത് നമ്മുടെ 2 മണിക്കൂർ പരമ്പരയല്ല, അത് സുബഹി നിസ്കരിച്ചു എന്നിട്ട് തുടങ്ങി, പിന്നെ ളുഹ്റായി നിസ്കരിക്കാൻ വേണ്ടി നിർത്തി, വീണ്ടും പ്രസംഗം നടത്തി, അസ്ർ നിസ്കരിച്ചു, വീണ്ടും പ്രസംഗം നടത്തി, അങ്ങനെ ഒരു പകലും മുഴുവനും പ്രസംഗിച്ചൊരു പ്രസംഗം ഹദീസിൽ കാണുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഈ 2 മണിക്കൂർ വെച്ചുകൊണ്ട് പരമ്പര നടത്താതെ തന്നെ വളരെ കുറഞ്ഞ അറിവുകൾ, ഒരു ദിവസം ഒരിക്കൽ കണ്ടുമുട്ടുമ്പോ ഒരറിവ്, അങ്ങനെ അറിവുകൾ സഹാബാക്കൾക്ക് നൽകുന്ന രീതി അധിക സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിരുന്ന രീതി അതായിരുന്നു. അങ്ങനെ നേടിയ അറിവാണ് അവർക്ക് വലിയ അറിവായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരിക്കൽ ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിദറജത്തിൻ, ഞാൻ നിങ്ങൾക്കൊരു സ്ഥാനം പറഞ്ഞു തരട്ടെയോ? നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ, സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ അതിന് പുണ്യമുണ്ട്, അങ്ങനത്തെ ഒരു സ്ഥാനം. ഖാലൂ ബലാ, സഹാബാക്കൾ പറഞ്ഞു അതെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 ആളുടെ ഇടയിൽ നന്നാക്കൽ, 2 മുസ്ലിം സഹോദരന്മാര് പരസ്പരം പിണങ്ങി നിൽക്കുകയാണ്, അവരുടെ ഇടയിൽ നന്നാക്കുക എന്നത് ഇതിനേക്കാളൊക്കെയും പുണ്യമുള്ളതാണ്.
എന്നാൽ രണ്ടാളുകളുടെ ഇടയിൽ തെറ്റിപ്പിക്കുക, ഫസാദ് ഉണ്ടാക്കുക എന്നത് അത് ദീനിനെ നശിപ്പിക്കുന്ന മാർഗമാണ് എന്നാണ്. ഹാലിക്കത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തലയിലുള്ള മുടി കളയുന്നതിനാണ് ഹൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ദീനിനെ തന്നെ പാടെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദീനിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.